إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تعالى عن النظير والمثيل والشبيه وأشهد أن محمدًا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ റഹ്മാനും റഹീമും സർവലോകങ്ങളുടെയും സ്രഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ച് നിലകൊള്ളണമെന്നും ആ വിഷയത്തിൽ തഖ്വയോടുകൂടി നിലനിൽക്കുമെന്ന് അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്യുക. അതിനായി നിങ്ങളോട് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരികയും ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിൽ തൃപ്തികരമായ നിലയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യം അവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അബൂബക്കർ റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, നമുക്കൊന്ന് ഉമ്മു ഐമനെ കണ്ടുവരാം. ഉമ്മു ഐമൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വളർത്തുമ്മയാണ്. ഉമ്മി ബഅദ ഉമ്മി, എൻ്റെ ഉമ്മാക്ക് ശേഷമുള്ള എൻ്റെ ഉമ്മയാണ് ഉമ്മു ഐമൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ ഉമ്മു ഐമനെ സന്ദർശിക്കാനാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹും ഉമർ റളിയല്ലാഹു തആല അൻഹും പോകുന്നത്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഉമ്മു ഐമൻ കരയാൻ തുടങ്ങി. കരച്ചിലിനിടക്ക് ഉമ്മു ഐമൻ പറയാണ്, കരച്ചിലിനിടക്ക് ഉമ്മു ഐമനോട് ഇവർ ചോദിക്കുകയാണ്, മായുബുക്കീക്ക, എന്തിനാണ് താങ്കൾ കരയുന്നത്? ഫമാ ഇൻദല്ലാഹി ഖൈറുൽ ലിറസൂലിഹി, അള്ളാഹിൻ്റെ അടുക്കലുള്ളതല്ലേ റസൂലിന് ഏറ്റവും നല്ലത്
റസൂൽ നമ്മളുടെ ഇടയിൽ കഴിയുന്നതിനേക്കാൾ റസൂലിന് ഉത്തമം റസൂൽ അള്ളാഹിന്റെ അടുക്കലായിരിക്കുക എന്നുള്ളതല്ലേ. അതുകൊണ്ട് കരഞ്ഞിട്ടെന്താണ് കാര്യം? എന്തിനാണ് കരയുന്നത്? മരണത്തെ ഓർത്തിട്ടാണോ കരയുന്നതെന്നാ ചോദ്യം. നബി മരിച്ചതിന്റെ പേരിലാണോ കരയുന്നത്? നബിക്ക് ഈ ലോകത്തേക്കാൾ നല്ലത് പടച്ച തമ്പുരാന്റെ അടുക്കലുള്ള ജീവിതമാണല്ലോ. അതാണല്ലോ അള്ളാഹിന്റെ റസൂൽ മരിക്കാൻ സമയത്ത് പറഞ്ഞത്. റഫീഖുൽ അഅല, മരണസമയത്ത് നബി പറഞ്ഞൊരു വാക്കാണ് റഫീഖുൽ അഅല, അത്യുന്നതനായ സുഹൃത്തിന്റെ അടുക്കിലേക്ക് ഞാൻ പോകുന്നു എന്നാണ്. അപ്പൊ എന്തിനു കരയുന്നു എന്നുള്ള ഈ ചോദ്യത്തിന് ഉമ്മു അയ്മൻ പറയാണ്, ഇന്നീല അലം മാ ഇൻദല്ലാഹി ഖൈറുൽ ലിറസൂൽ, എനിക്കറിയാം റസൂലിന് ഏറ്റവും നല്ലത് അള്ളാഹിന്റെ അടുത്തിരിക്കുന്നത് തന്നെയാണ്. മരിച്ചതിന് ശേഷമുള്ള ആ ജീവിതമാണ് ഇഹലോകത്തേക്കാൾ മെച്ചപ്പെട്ടത് റസൂലിനെന്ന് എനിക്കറിയാം. പിന്നെന്തിനാ കരയുന്നറിയോ? അബ്കി അന്നൽ വഹ്യ ഖദ് ഇൻഖതഅ മിനസ് സമാഇ, ആകാശത്ത് നിന്ന് വഹ്യ് നിലച്ചല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ഇതൊരു വലിയൊരു ലോജിക്കാണ്. നമുക്കത് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം പലപ്പോഴും ആരാധനയായി വളർന്നൊരു സമൂഹമാണ് നമ്മളുടെ. റസൂലിനെ ഇങ്ങനെ പൊക്കി റസൂലുന്നതനാണ്. റസൂലുന്നതനാകുമ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം പറഞ്ഞൊരു സംഗതി, ഞാൻ അബ്ദുല്ലാ, ഞാൻ അള്ളാഹിന്റെ അടിമയെന്ന്. അപ്പൊ ശരിക്കും വഹ്യ് നിലച്ചതിന്റെ പേരിലല്ലല്ലോ കരയേണ്ടത്, റസൂൽ വഫാത്തായതിന്റെ പേരിലല്ലേ. പക്ഷെ ഉമ്മു അയ്മൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഉമ്മു അയ്മൻ പറഞ്ഞത് റസൂല് മരിച്ചത് പോട്ടെ, റസൂലിന് നല്ലത് അള്ളാഹിന്റെ സമീപത്തുള്ള ജീവിതം തന്നെയാണ്. പക്ഷെ വഹ്യ് ഇനി വരില്ലല്ലോ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക്. ഇനി മലക്ക് ജിബ്രീൽ ഭൂമിയെ ചുംബിക്കില്ലല്ലോ. വാനലോകത്ത് നിന്ന് അള്ളാഹിന്റെ സന്ദേശങ്ങൾ ഇനി വരില്ലല്ലോ. അത് ഓർത്തിട്ടാണ് എൻ്റെ കരച്ചില്. അബൂബക്കർ റളിയല്ലാഹു പറയുന്നു, ഏതായാലും ഈ കരച്ചിൽ ഞങ്ങളെ വല്ലാതെ പിടിച്ചൊന്ന് കുലുക്കുന്ന, ഇത് കേട്ട് ഞങ്ങളും കരഞ്ഞു പോയിന്ന. എന്താണ് ഈ വഹീനത്തെ പ്രത്യേകത? മനുഷ്യ ശരീരത്തിന് ആത്മാവിന് എത്ര സ്ഥാനമുണ്ടോ, റൂഹിന് എത്ര സ്ഥാനമുണ്ടോ, അതുപോലെയാണ് നമ്മളുടെ ജീവൽ പ്രശ്നങ്ങളിൽ വഹീന്റെ സ്ഥാനം. നല്ല കട്ട പിടിച്ച ഇരുട്ടുള്ള സമയത്ത് ആ ഇരുട്ടിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ധവളപ്രകാശമില്ലേ, വെളിച്ചം, ആ വെളിച്ചം പോലെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രശ്നങ്ങൾക്ക് വഹ്യ്. ഇത് ഖുർആനിൽ അല്ലാഹ് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ആലങ്കാരികമായൊരു ഭാഷയിൽ സൂറത്ത് ഷൂറയിൽ 52-ാമത്തെ ആയത്തിൽ, വലഖദ് ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ മാ കുൻത തദ്രീ മൽ കിതാബു വലൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ. അല്ലാഹ് പറയുന്നത്, നാം അങ്ങേക്ക് നമ്മുടെ ഒരു വൃത്താന്തത്തിൽപ്പെട്ട ഒരു റൂഹിനെ അയച്ചു എന്നാണ്. ഔഹൈനാ ഇലൈക, അങ്ങേക്ക് നാം വഹി നൽകിയത് റൂഹൻ മിൻ അംരിനാ, നമ്മുടെ വൃത്താന്തത്തിൽപ്പെട്ട ഒരു റൂഹെന്ന നിലക്കാണ്, ഒരാത്മാവ് പോലെ. മാകുന്ത തദ്രീ മൽ കിതാബ് വൽ ഈമാൻ, നബി അങ്ങേക്ക് വഹി അവതരിക്കും മുമ്പ് കിതാബ് എന്താ ഈമാൻ എന്താന്ന് അറിയില്ലായിരുന്നല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണ്ണ പാമരനായിരുന്നു, നിരക്ഷരനായിരുന്നു, അറിവില്ലാത്തവനായിരുന്നു. അത് അല്ലാഹ് പറയുന്നു, വഹ്യ് കിട്ടും മുമ്പ് നബിക്ക് കിതാബ് എന്താന്ന് അറിയില്ലായിരുന്നു, ഈമാൻ എന്താന്ന് അറിയില്ലായിരുന്നു. ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ. ഈ ഒരു ദിവ്യ പ്രകാശത്തെ നമ്മുടെ ദാസന്മാരിൽ നിന്നും നാം പ്രിയപ്പെട്ട, നാം വിചാരിക്കുന്ന ചില ആളുകൾക്ക് മാത്രമേ നാം നൽകുകയുള്ളൂ. പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹ് പറയാം. രണ്ട് കാര്യമാണ് അല്ലാഹു ഈ ആയത്തിൽ പറയുന്നത്. ഒന്ന്, ഇത് റൂഹാണ്, ഇത് നൂറാണ്. വഹ്യ് എന്നുള്ളത് റൂഹാണ്, അത് നൂറാണ്, അത് ആത്മാവാണ്, അത് പ്രകാശമാണ്. സഹാബികളുടെ കരച്ചിലിന്റെ കാരണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നബി എന്ന വ്യക്തിത്വത്തെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അല്ല കരഞ്ഞത്, അതുകൊണ്ടാണ് തങ്ങളുടെ കരച്ചിലെന്നവർ പറഞ്ഞതുമില്ല. മറിച്ച് അവരെ സംബന്ധിച്ച് സർവ്വരോഗങ്ങളുടെയും സിദ്ധൌഷധമായി വർദ്ധിക്കുന്ന ലേപനമായിരുന്ന വഹ്യ് ഇനി ഭൂമിയിലേക്ക് വരില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ വരുന്നുണ്ട്, ഒരു പാവം വൃദ്ധ. ആ പെണ്ണ് നബീൻ്റെ അടുക്കലേക്ക് വന്നത് തൻ്റെ ഇണയെപ്പറ്റി പരാതി പറയാനാണ്.
മറ്റാർക്കും അറിയില്ലാത്തൊരു രഹസ്യം റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ഈ സ്ത്രീ വന്നിട്ട് പറയാണ്. അത് പറഞ്ഞതോടുകൂടി അവർക്കിടയിലേക്ക്, നബീന്റെയും ആ സ്ത്രീയുടെയും ഇടയിലേക്ക് പ്രശ്നപരിഹാരാർത്ഥം അവളും അവളുടെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ അനുരജ്ഞനാർത്ഥം വഹി അവതരിക്കുകയാണ്. നബീന്റെ മുമ്പിൽ ഒന്ന് പരാതി പറയുന്നു, ഇതാ വരുന്നു വഹി. എന്തോ രസമായിരിക്കും ആ ജീവിതമല്ലേ. സൂറത്തുൽ മുജാദലയിൽ 1-ാമത്തെ ആയത്ത്, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ വതശ്തകീ ഇലല്ലാഹി വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. അല്ലാഹ് പറയാണ്, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ, തൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ അങ്ങയോട് തർക്കിക്കാനായി വന്ന ഈ പെണ്ണിനെ റസൂലെ അല്ലാഹ് കേൾക്കുന്നുണ്ട്. ആ പെണ്ണിന്റെ സംസാരം. വതശ്തകീ ഇലല്ലാഹി, ആ പെണ്ണ് അല്ലാഹുവിനോട് ആവലാതി പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നിട്ട് പ്രശ്നം പറയുമ്പോഴത്തേക്ക് നബി എന്താ പറഞ്ഞെന്നറിയോ? ഇതിനെ ശരിക്ക് പറയാനൊന്നുമില്ല, എനിക്കൊന്നും പറയാനില്ല ആ വിഷയത്തിൽ. നിന്റെ ഭർത്താവും നീയും തമ്മിൽ തലാഖായി പോയിരിക്കുന്നു. അപ്പോഴേ പെണ്ണ്, ഞാൻ പടച്ചവനോട് പറഞ്ഞോളാം പ്രശ്നം. പടച്ചവനോട് പ്രശ്നം പറയുന്നു, പടച്ചവൻ പ്രശ്നത്തിന്റെ പരിഹാരം ഇറക്കുന്നു. വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങൾ രണ്ടാളുടെയും സംഭാഷണം നബിയെ അല്ലാഹ് കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്നല്ലാഹ സമീഉൻ ബസീർ, അല്ലാഹ് എല്ലാം കേൾക്കും, അല്ലാഹ് എല്ലാം കാണും. സഹാബികളുടെ ഒരു ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത്. ഇങ്ങനെ ഒരു രസകരമായൊരു ജീവിതം, അള്ളാഹിന്റെ സന്ദേശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓരോ പ്രശ്നങ്ങളിലും എല്ലാ മേഖലകളിലും ആളുകളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് വഹി ഇങ്ങനെ വാനലോകത്ത് നിന്ന് ആകാശത്ത് നിന്ന് ഇങ്ങനെ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഈ വഹി നിലച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രശ്നങ്ങളിലേക്ക് പരിഹാരം അള്ളാഹു പണ്ടേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ആ ആയത്തോടുകൂടി അള്ളാഹു ലോകത്തുണ്ടാകുന്ന സകല പ്രശ്നങ്ങളും, ആ പ്രശ്നങ്ങളിലേക്ക് പരിഹാരം അള്ളാഹു വഹിയിലൂടെ അവതരിപ്പിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. ഇത് കാമിലാണ്. ഇനി ഇതിനകത്തൊരു പുതിയ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയൊരു മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യമില്ല. ഇനിയൊരു മറ്റൊരു ഖുർആനിന്റെ ആവശ്യമില്ല. ഉമ്മുഅയ്മൻ കരഞ്ഞു എന്നുള്ളത് ശരിയാണ്. അതാ ആ സുന്ദരമായ ദിനങ്ങളെ ഓർത്തിട്ട് കരഞ്ഞു പോയതാണ്. നമ്മളുടെ മുമ്പിൽ അള്ളാഹിന്റെ ദീൻ ഇങ്ങനെ കംപ്ലീറ്റ് ഉണ്ട് മുഴുവൻ. നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കും, ഏത് ഉത്തരാധുനികമായ സകല പ്രശ്നങ്ങളുടെയും പരിഹാരമായി ഇന്നും നമ്മളുടെ മുമ്പിൽ ഖുർആൻ വഹി, ഖുർആന്റെ രൂപത്തിൽ, തിരുവചനങ്ങളുടെ രൂപത്തിൽ ഇന്നുണ്ട്. അത് ഏതൊക്കെ വിഷയങ്ങളെ സ്പർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കയിൽ ഖുറൈശികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ കളിയാക്കാറുണ്ടായിരുന്നു. ഇതെന്തോ നബിയാണ്, കക്കൂസി പോകുന്ന കാര്യം കൂടിയാണ് നിങ്ങൾക്ക് നബി പഠിപ്പിച്ചു തരുന്നത്. കക്കൂസിൽ പോകാനൊക്കെ ഒരു മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു ജൈവ പ്രക്രിയ എന്നുള്ള നിലക്ക് ആളുകൾ ടോയ്ലറ്റിൽ പോകാൻ തോന്നുമ്പോഴത്തേക്കും പോയിക്കോളും. പക്ഷെ അവിടെയും ഉണ്ട് ഇസ്ലാമിന്റെ ആദാബുകൾ എന്നുള്ളതാണ്, മര്യാദകൾ. എങ്ങനെ വേണം വെറുതെ ഇങ്ങനെ കളയും പോന്നും മൂത്രമൊഴിച്ച് കാക്ഷിക്കുന്ന പോലെ പോയാൽ മതിയോ? അപ്പൊ അഭിമാനത്തോടെ സഹാബികൾ പറയായിരുന്നു, അതെ, ഞങ്ങൾക്ക് അതും കൂടി പഠിപ്പിച്ചു തരുമായിരുന്നു. ഇപ്പൊ വഴി നടക്കുന്നവൻ, വഴിയാത്രക്കാരുടെ അവകാശങ്ങളും ബാധ്യതകളും ഒക്കെ അല്ലേ, അതൊക്കെ ഇസ്ലാം ചർച്ച ചെയ്യുന്നില്ലേ? അത് ഇസ്ലാമിൽ വരുന്നുണ്ട്. വലിയ വലിയ ഹൈവേ ആണ് തകർന്ന് താഴത്തേക്ക് പോയത്. അവിടെ ഉണ്ട് കുറെ അവകാശങ്ങൾ. നിസ്സാരം മനുഷ്യനൊന്ന് വഴി നടക്കുന്ന അവന്റെ വഴിയെക്കുറിച്ചുള്ള കാര്യം മാത്രം അന്വേഷിച്ചാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ധാരാളം ശർഈ വിധികൾ കാണാൻ കഴിയും. അതിങ്ങനെ എവിടെന്നെങ്കിലുമൊക്കെ വന്ന വിവരങ്ങൾ മാത്രമല്ല, ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ആധികാരിക സ്രോതസ്സുകൾ. ഒരു ഉദാഹരണം ഞാൻ പറയാം. വഴി നടത്തത്തെ കുറിച്ചിട്ട് പറഞ്ഞാൽ ആ വിഷയകമായി തന്നെ ആധികാരിക സ്രോതസ്സുകൾ നമുക്ക് ധാരാളം ഉദ്ധരിക്കാൻ കഴിയും. കാൽനട യാത്ര അല്ലെങ്കിൽ വാഹനത്തിൽ ഒരാൾ പോകുന്നു, അവർക്കില്ലേ കുറെ അവകാശങ്ങൾ, അവർക്കില്ലേ കുറെ കടപ്പാടുകൾ. സൂറത്തുൽ ഫുർഖാനിലെ 63-ാമത്തെ ആയത്ത് അത് പഠിപ്പിക്കുന്ന ഒരു ആയത്താണ്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനൻ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഇബാദുർ റഹ്മാൻ,
പരമകാരുണികന്റെ ദാസന്മാർ അല്ലദീന യംശൂന അലൽ അർളി ഹൗനൻ, അവർ ഭൂമിയിലൂടെ മണ്ണിലൂടെ ഹൗനൻ വിനീതരായി നടക്കുന്നവരാണ്. വിനീതദാസന്മാരായി ഭൂമുഖത്തുകൂടെ നടന്നു പോകുന്നവർ. അങ്ങനെ നടന്നു പോകുമ്പോൾ ആൾക്കാരൊക്കെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും, പള്ളു പറയുന്നവരുണ്ടാവും, ചീത്ത വിളിക്കുന്നവരുണ്ടാവും, വെറുതെ ഇങ്ങനെ തോണ്ടാൻ വരുന്നവരുണ്ടാവും. ഇങ്ങനെ ഉണ്ടല്ലോ, ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ, ആരെയും വെറുതെ വിടുന്ന ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ നടന്നു പോകുന്നതിനെ കുറിച്ചൊരു കമന്റ് എന്ന് പറയണം. അത് ചിലപ്പോൾ കുറ്റപ്പെടുത്തലാകും, കളിയാക്കലായിരിക്കും, ചിലപ്പോൾ ഒന്ന് കുത്തലായിരിക്കാം, ചിലപ്പോൾ തർക്കമായിരിക്കാം. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാം. അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ആരെങ്കിലുമൊക്കെ ഇവരോട് എന്തെങ്കിലുമൊക്കെ ജാഹിലുകൾ വല്ലതും പറയാൻ നിന്നാലോ ഖാലു സലാമ, അസ്സലാമലൈക്കും ചങ്ങ, എനിക്ക് വേറെ പണിയുണ്ട് അല്ലേ, ഖാലു സലാമ, എനിക്ക് വേറെ പണിയുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി ചേച്ചിട്ട് പറയാം. സലാം എന്നാണ് ഖാലു സലാമ, സലാമിനെ പറയുന്നതാണ്. തടി സലാമത്താക്കുമെന്ന് മലയാളത്തിൽ പറയാറുണ്ടല്ലോ. എന്തെങ്കിലും പറയേണ്ട സാധനം കുറച്ച് പറഞ്ഞിട്ട് എനിക്കവിടെ നിൽക്കാൻ നേരില്ല, അവർ പോയി എന്നുള്ളതാണ്. സൂറ അൽ ഖസസിലെ 55-ാമത്തെ ആയത്ത്, വഇദാ സമിഉൽ ലഗ്വ അറളു അൻഹു വഖാലു ലനാ അഅമാലുകും വലകും അഅമാലുകും ലാ നബ്തഗിൽ ജാഹിലീൻ. ആവശ്യമില്ലാത്ത വർത്താനം കേട്ട് കഴിഞ്ഞാൽ അറളു അൻഹു, അവർ അത് വിട്ടേക്കും. വേണ്ടാത്ത ലഹ്വ്, പാഴായത് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഈ ദാസന്മാര് അറളു അൻഹു, അവരത് കളഞ്ഞു. പിന്നെ അതിന്റെ പിന്നാലെ കടിച്ചു പോകുന്നില്ല. നമ്മുടെയൊക്കെ ചിലപ്പോൾ ചാനലുകളിലെ അന്ത്യചർച്ചകളിൽ വലിയ അത്യാവശ്യമുള്ള ചർച്ചകളാണ് പലപ്പോഴും നടക്കാറുള്ളത്. എന്തേലും ചെറിയ സാധനം കിട്ടും, പിന്നെ അതിലിങ്ങനെ പിടിച്ചിട്ട് അവിടെ മോൻ വിളിക്കുന്നു, ഇങ്ങോട്ട് വിളിക്കുന്നു, മറ്റേ കൊണ്ടിരുന്നു, സ്റ്റുഡിയോയിൽ ഇങ്ങനെ ആപ്പാടെ 1.5 മണിക്കൂർ ഇട്ട് അറളു അൻഹു, അത് വിട്ടുകളഞ്ഞു. എന്നിട്ട് എന്താ പറയുന്നല്ലോ, ലനാ അഅമാലുന വലക്കും അഅമാലുക്കും, ഞങ്ങളോടല്ല ചോദിക്കുക ഞങ്ങളുടെ കർമ്മത്തെ കുറിച്ചിട്ടാണ്, നിങ്ങളോട് ചോദിക്കുക അല്ലാഹു നിങ്ങളുടെ കർമ്മത്തെ കുറിച്ചിട്ടാണ്. ലാ നബ്തഗിൽ ജാഹിലി, ഞങ്ങൾക്ക് ഈ വെളിവില്ലാത്തവരുമായിട്ട് ബന്ധമില്ല, നിങ്ങളുടെ പാട്ടിന് പോകും അല്ലേ. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, മറ്റേ ആയത്തിൽ അല്ലാഹു പറയുന്നു സൂറത്തുൽ ഇസ്രായിൽ 36-37, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി, നിനക്ക് അറിവില്ലാത്ത വിഷയത്തിന്റെ പിന്നാലെ നീ കൂടരുത്. നമ്മളോടൊക്കെ ചില വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലാത്ത വിഷയം ദുനിയാവിലില്ലല്ലോ. ഏത് വിഷയം ഇട്ട് കൊടുത്താലും ചർച്ച ചെയ്തോളൂ. ആ വിഷയത്തിൽ എന്തെങ്കിലും ABCD അറിയാമോ എന്നുള്ളതല്ല, കിട്ടിയതെങ്കിൽ ചർച്ച ചെയ്യാന്നുള്ളതാണ്. അള്ളാന്റെ റസൂലിനോട് പറയും, നബിയെ അങ്ങക്ക് അറിയില്ലാത്ത വിഷയമാണോ, അതിന്റെ പിന്നാലെ കൂടരുത്. അറിയാമെങ്കിൽ ചർച്ചക്ക് നിന്നാൽ മതി എന്നാണ്, അറിയാമെങ്കിൽ മറുപടി പറഞ്ഞാൽ മതി എന്നാണ്, അറിയാമെങ്കിൽ സംസാരിച്ചാൽ മതി എന്നാണോ, ഇല്ലെങ്കിലോ എനിക്കറിയില്ല, സലാം, ഞാനത് ഒഴിവാക്കി പോകുന്നു. കാരണം നമ്മൾ പറയുന്ന ഓരോ വാക്കും, നമ്മളുടെ ഓരോ കാഴ്ചയും മനുഷ്യന്റെ കേൾവി, മനുഷ്യന്റെ കാഴ്ച, അവന്റെ ഹൃദയം, ഫുആദ്, അവന്റെ മനസ്സ്, ഇതൊക്കെയും നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ആലോചിച്ച് നോക്കി, കണ്ടതും കേട്ടതും മാത്രമല്ല, ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചതും നാളെ അതിനെക്കുറിച്ചിട്ട് ചോദ്യം ഉണ്ടാവുന്നതാണ്. പരലോകത്ത് മാഷറെ നിൽക്കുമ്പോഴത്തേക്ക് മനുഷ്യൻ പറയുമെന്നാണ്, ഇത് എന്തോ ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം, ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചതും കൂടി ഇത് രേഖപ്പെടുത്തി വെച്ച് കളഞ്ഞല്ലോ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്ന നമ്മളിങ്ങനെ ചെയ്തതും കണ്ടതും കേട്ടതും മാത്രമേ വിചാരണയ്ക്കുള്ളൂന്ന അല്ല, മനസ്സിൽ വിചാരിച്ചതും നാളെ വിചാരണയ്ക്ക് ഉണ്ടാവും. അത് പരലോകത്ത് നമ്മളടക്കം പറയുന്ന ആളെ എന്തോ ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. നമ്മുടെയൊക്കെ നന്മതിന്മകൾ മലക്കുകൾ ഇരുന്ന് എഴുതി വെച്ച ആ കിതാബ് ഉണ്ടല്ലോ, ആ കിതാബ് നോക്കിയിട്ട് ആ മനുഷ്യൻ പറയുക, ഇതെന്തോ ഒരു ഗ്രന്ഥമാണ്, ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചതും കൂടി ഈ ഗ്രന്ഥം എഴുതി വെച്ചല്ലോ. അല്ലാഹ് ഫുആദ്, മനസ്സും അല്ലാഹ് വിചാരണ ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് നബിയെ വലാ തംശി ഫിൽ അർളി മറഹ, അതുകൊണ്ട് മണ്ണിൽ ഇങ്ങനെ മതിച്ച് നടക്കരുത്. നടത്തത്തെ കുറിച്ചിട്ട് അള്ളാഹ് ഈ ആയത്തിലൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ ഓതി വെച്ച 3 ആയത്തിൽ അള്ളാഹു എങ്ങനെ ഒരു മുഅ്മിൻ നടക്കണം എന്നാ പറഞ്ഞത്. വിനീതനായി നടക്കണം, ആവശ്യമില്ലാത്തതിന്റെ പിന്നാലെ കൂടാതെ നടക്കണം, മതിച്ചിങ്ങനെ പൊളച്ച് മണ്ണിൽ ഇങ്ങനെ ജീവിക്കാൻ പാടില്ല. ഇന്നക ലൻ തഖ്രികൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല, നീ ഇങ്ങനെ നടന്നിട്ട് ഈ ഭൂമിയൊന്നും കീറാൻ പോകുന്നില്ല. ചവിട്ടിക്കീറി നിന്റെ നടപ്പ് കണ്ടാ വിചാരിക്കും നീ ഇങ്ങനെ ഭൂമി ചവിട്ടിക്കീറി കളയുമോന്നും ഇല്ല. നീ എത്ര ആങ്ങി ചവിട്ടിയാലും ഈ ഭൂമി പിളരില്ല. നീ എത്ര ശ്രമിച്ചാലും നിനക്ക് മലയേക്കാളും ഉയരാനും കഴിയില്ല.
കുല്ലു ദാലിക കാന സയ്യുഹു ഇൻദ റബ്ബിക മക്റൂഹ. ഇങ്ങനെയുള്ള നടത്തവും വഴിയിൽ ഒരു വിനീത ദാസൻ, ഒരു പാവം മനുഷ്യൻ നടന്നു പോകുന്ന പോലെ നടക്കണം എന്നുള്ളതാണ്. അത് അള്ളാഹു പറയുന്നത് ഇബാദുർ റഹ്മാന്റെ, റഹ്മാൻ എന്നുള്ളത് അള്ളാന്റെ പേരാണ്. അർ റഹ്മാൻ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന അള്ളാന്റെ പേരാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ റഹ്മാൻ, നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചു പ്രാർത്ഥിക്കൂ. അബിദുർ റഹ്മാന, അല്ലെങ്കിൽ റഹ്മാനേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചോളൂ. രണ്ട് നാമ അള്ളാഹു നമ്മളോട് പ്രാർത്ഥിക്കാനായി പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. അള്ളാഹുവേ എന്ന് വിളിക്കില്ലേ, റഹ്മാനേ. ഈ രണ്ട് കാര്യം ഖുർആൻ, ബാക്കി അന്നുള്ള അള്ളാഹുവിന്റെ അസ്മാകൾ വിളിക്കണ്ടെന്ന അർത്ഥത്തിലല്ല, പക്ഷെ ഖുർആൻ അള്ളാഹു ഏറ്റവും പ്രാധാന്യത്തോടെ അർപ്പിച്ചത് അർ റഹ്മാൻ എന്ന പേര്. ആ റഹ്മാനിലേക്ക് ചേർത്തിട്ട് അള്ളാഹ് പറഞ്ഞത് അള്ളാഹുവിന്റെ ഇബാദുർ റഹ്മാൻ, വിനീതദാസന്മാരായ ആളുകൾ. അവരെങ്ങനെ വഴിയിലൂടെ നടന്നു പോകും? വഴിമര്യാദ അള്ളാഹ് പഠിപ്പിക്കുന്നു. കാട്ടിക്കൂട്ടലുകളില്ലാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ജാടകളില്ല. അതൊക്കെ ജാടയാണല്ലോ അല്ലേ? നമ്മളൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അലക്കി തേച്ചിട്ട് ഇങ്ങനെ പെട്ടിയോട്ടോ വിളിച്ചു പോകേണ്ട പോലെ ഡ്രസ്സ് തേച്ച് നടക്കുന്നതിനല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ ആ ഗർവുണ്ടല്ലോ, അതാണ് ജാട കാണിക്കുക. ഒരിക്കലും സഹാബിയുണ്ട് നബീൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു, റസൂലേ, നല്ല ചെരുപ്പും നല്ല വസ്ത്രവും ഒക്കെ ധരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബി, അത് ഇസ്റാഫ് ആകുമോ എന്നാ ചോദിക്കും. അത് അഹങ്കാരാകുമോ? നബി എന്താ പറഞ്ഞെന്നറിയോ? ഇല്ല, അങ്ങനെ നീ നല്ല ഡ്രസ്സ് ഇട്ടു അല്ലെ നല്ല ചെരുപ്പ് ധരിച്ചു എന്നതൊന്നും അഹങ്കാരത്തിന്റെ കാരണമല്ല. അഹങ്കാരം മനസ്സിലാണ്, അത് സത്യത്തെ തള്ളിക്കളയലാണ്, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടുന്ന ബഹുമാനം കൊടുക്കാതിരിക്കലാണ്. അതാണ് അഹങ്കാരം. നല്ല വസ്ത്രം ധരിക്കും എന്നുള്ളതല്ലേ. പക്ഷെ പലപ്പോഴും ഇട്ട വസ്ത്രത്തിന്റെ ആ പകിട്ടും അതിന്റെ ജാടയും മനസ്സിലേക്ക് കടന്നു വരും അല്ലേ. പിന്നെ ആളുകൾക്ക് അല്ലേ മുഖം കൊടുക്കാതെ അങ്ങനെ ആവാൻ പാടില്ല. ശാന്തരായി നടക്കണം. വിശ്വാസികളുടെ പ്രത്യേകത ശാന്തരായിരിക്കുമ്പോൾ തന്നെ മാനികളായി നടക്കണം, അഭിമാനികളായി. അതിന്റെ മാതൃക എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മാതൃക മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നടന്നു പോകുന്ന ചിത്രം ഹദീസിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും നമുക്ക്. മാർക്കറ്റിലൂടെ നബി എങ്ങനെയാണ് നടന്നു പോയിരുന്നത്? നമ്മളൊക്കെ അങ്ങാടി കൂടി സാധനം വാങ്ങാൻ നടന്നു പോകുന്നവരാണല്ലോ. അങ്ങാടിയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നടന്നു പോയതിനെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, കാന ഇദാ മശാ തകഫഅ തകഫുഅൻ വകാന അസ്റഉൻ നാസി മിശ്യതൻ വഅഹ്സനുഹാ വഅസ്കനുഹാ. നബിയുടെ കുറേ ഹദീസുകൾ എടുത്തിട്ട് വ്യാഖ്യാനിക്കാൻ, നടക്കുമ്പോൾ ഇങ്ങനെ മുന്നോട്ടാഞ്ഞ് ഒരു കുന്നിറങ്ങി നടന്നു വരുന്നത് പോലെ നബീൻ്റെ നടത്തം വിശദീകരിച്ചില്ല. നബി എങ്ങനെയാണ് നടന്നിരുന്നത്? നമ്മളത് പഠിക്കണമല്ലോ. നബി എങ്ങനെയാ നടന്നിരുന്നത്? കാരണം ജീവിതത്തിൻ്റെ ഒരു മാതൃകയായിട്ട് ആ പ്രവാചകൻ, നിങ്ങൾക്ക് ആ പ്രവാചകനിൽ സകലത്തിനും മാതൃകയുണ്ട് എന്നുള്ള പറഞ്ഞല്ലേ ഖുർആനിൽ. അങ്ങനെ നടത്തത്തിനുണ്ടാവേണ്ട റസൂലിൻ്റെ ഒരു മാതൃക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തത്തിൻ്റെ മാതൃക വിശദീകരിക്കുന്നു. ഒരു ഇറങ്ങി വരുന്ന ഒരാളിങ്ങനെ മുന്നോട്ട് ആഞ്ഞൊരു നടത്തമുണ്ടല്ലോ. കൂടെയുള്ളവരുടെ റസൂൽ ഇങ്ങനെ ആളുകളുടെ കൂടെ നടക്കുമ്പോൾ എന്നും ആ കൂട്ടത്തിൽ ഏറ്റവും വേഗത്തിൽ നടക്കുന്ന ആളാ റസൂൽ എന്നുള്ളത്. പക്ഷെ അങ്ങനെ വേഗത്തിൽ നടക്കുമ്പോഴും ആ നടത്തത്തിനുണ്ടാവും ഒരു മനോഹാരിത. അത് വളരെ ശാന്തമായിരിക്കും. അങ്ങനെയാണ്, എന്നാൽ പെട്ടെന്നായിരിക്കും. അങ്ങനത്തെ ഒരു പ്രത്യേക നടത്തമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കാറുണ്ടായിരുന്നത്. അതിന്റെ പ്രത്യേകതയെ കുറിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ധൈര്യവാന്മാരുടെ ലക്ഷണമാണ് റസൂലിനെ നടത്തം. അങ്ങനെയാ റസൂല് പോകുക എന്നുള്ളതാണ്. തൻ്റെ ലക്ഷ്യത്തിലേക്ക് ഉറച്ച കാൽവെപ്പോടുകൂടി നടന്നു പോകുന്നൊരു പ്രവാചകൻ. ആ മുഖത്ത് അഹങ്കാരം ഇല്ല കേട്ടോ. ഈ ഉറപ്പിനെ കുറിച്ച് പറയുമ്പോഴും ഈ മുന്നോട്ടുള്ള ആയലിനെ കുറിച്ച് പറയുമ്പോഴും ഈ വേഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ചിലപ്പോൾ തോന്നിപ്പോകും ആ മുഖത്ത് അല്ല, അഹങ്കാരം ലേശമില്ലാതെ ചെരുപ്പിങ്ങനെ ശക്തിയിൽ അടിച്ചിട്ടല്ല റസൂല് പോവുക. ഒരു സ്വേച്ഛാധിപതിയുടെ നടത്തമല്ല നബി നടക്കുക. കൂട്ടാളികളോടൊപ്പം നടക്കുമ്പോൾ നേതാക്കന്മാരെന്താ ചെയ്യുക? ബാക്കിയുള്ള ആൾക്കാരൊക്കെ പിന്നിൽ നിന്നോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മുമ്പിൽ കയറി നടക്കുക. അങ്ങനെയല്ല നേതാക്കന്മാർ നടന്നു പോവുക. നമുക്ക് രാഷ്ട്രീയക്കാരടക്കം കാണുകയാണല്ലോ. നേതാവ് എവിടെ ഉണ്ടാവുക? നേതാവ് മുമ്പിലാണ് ഉണ്ടാവുക. നബി അങ്ങനെ മുമ്പിൽ നിൽക്കുന്ന ആളല്ല. മറ്റുള്ളവർ പിന്നിൽ നടക്കട്ടെ എന്ന് കരുതി മുമ്പിൽ കയറി നടക്കുന്ന ആളല്ല അള്ളാന്റെ റസൂൽ. വേഗതയുണ്ടാവും റസൂൽ. നബി എപ്പോഴും പിന്നിലുണ്ടാവും. നമുക്ക് ഇങ്ങനെയാണ്, വേഗതയിലുള്ള ആളാണ് പക്ഷെ പിന്നിലാണ്. എങ്ങനെയാണ്? അതൊരു നേതൃത്വത്തിന്റെ അടയാളമാണ്. വാഹനത്തിൽ ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള ആൾക്കാരൊക്കെ നടക്കട്ടെ എന്ന് കരുതി നബി വണ്ടി കയറാറില്ലായിരുന്നു. നബി ഒട്ടകപ്പുറത്ത് കയറാറില്ലായിരുന്നു. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘമൊക്കെ പണം തീരെയില്ലാത്തൊരു സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നത് കൊണ്ട് ആവശ്യത്തിന് വാഹനങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നബി എന്താ ചെയ്യുക?
കൂടെയുള്ള ആളുകൾക്ക് ഒട്ടകം വിട്ടുകൊടുക്കും, നിങ്ങളതിൽ കയറി യാത്ര ചെയ്യും. ഊഴമിട്ട് യാത്ര. ബദർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബദർ യുദ്ധത്തിൽ സഹാബികൾ പോകുന്ന കുറഞ്ഞ ഒട്ടകങ്ങളും കുറഞ്ഞ കുതിരകളും ഒക്കെ ആയിട്ട് അല്ലേ, മാറി കയറിയല്ലേ പോകുന്നത്. ഖുദ്സ് മോചിപ്പിക്കുന്നതിന് വേണ്ടി ഉമർ റളിയല്ലാഹു തആല അൻഹു ഖുദ്സിലേക്ക് പോകുന്ന ഒരു ചിത്രമില്ലേ ചരിത്രത്തിൽ? എങ്ങനെയാ ഉമർ പോയിരുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു അവിടെ എത്തുമ്പോൾ ആ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ച് നടന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഒരു വേലക്കാരനെയും കൂട്ടി മദീനയിൽ നിന്ന് പുറപ്പെട്ടതാണ്. അപ്പോൾ കുറച്ച് ഉമർ റളിയല്ലാഹു യാത്ര ചെയ്യും. അപ്പോൾ വേലക്കാരൻ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ച് മുമ്പിൽ നടക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവിടെ വണ്ടി നിർത്തി വേലക്കാരൻ കയറും. ഉമർ ഇങ്ങനെ ഒട്ടകത്തിന് കയറും പിടിച്ച് നടക്കും. അങ്ങനെ ടേണായിട്ട് ഇങ്ങനെ പോയി ഖുദ്സിനടുത്തെത്താറാകുമ്പോൾ ഒട്ടകപ്പുറത്തിരക്കേണ്ടുന്ന ടേൺ അത് വേലക്കാരൻ്റെതായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ, ഇനിയിപ്പോൾ നിങ്ങൾ മുകളിൽ കയറുക, കാരണം അതാ പ്രോട്ടോകോൾ അതാണല്ലോ. ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഇല്ല നിന്റെ അവസരമാണ്, നീ കയറി ഒട്ടകപ്പുറത്ത്, ഞാൻ ഈ കാര്യം പിടിച്ച് നടക്കാമെന്നുള്ളത്. ഒരു വിശ്വാസിയുടെ അടയാളാണിത്. എങ്ങനെ ഒരു സത്യവിശ്വാസി വിനീതനായി ഭൂമിയിൽ ജീവിക്കണമെന്ന് അള്ളാന്റെ റസൂല് കാണിച്ചു തരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെന്നും അതിങ്ങനെ നബിയുടെ സഹാബികൾ ഇങ്ങനെ പകർത്തിയെടുത്ത് നമുക്ക് തരുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണല്ലോ. ഞാനിത് പറഞ്ഞു വന്നത് ആ ഒരു കാലത്തിൻ്റെ ചിത്രം പറയാൻ വേണ്ടി മാത്രമല്ല. നമ്മളുടെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ, നമ്മുടെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇതുപോലെയാകാൻ വേണ്ടിയാണ്. നമ്മളാകണം ആ മുഹമ്മദ് റസൂൽ, നമ്മളാകണം ആ ഉമർ ഇബ്നുൽ ഖത്താബ്, നമ്മളാകണം ഓരോ സഹാബിയും. അങ്ങനെ മാന്യമായി സമാധാനത്തോടെ ശ്രദ്ധയോടെ തിക്കിത്തിരക്കാതെ വണ്ടിയൊക്കെ റോഡിലൊക്കെ ഇല്ല, എന്തൊക്കെ കോലക്കേടുകൾ ആൾ കാണും. ഒരാൾ ഒരു വണ്ടി ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അയാൾ ആ നിരത്തിൻ്റെ രാജാവിനെ പോലെയാണ്. ഇത് വിട്ടുവീഴ്ച ആയിക്കൂടെ? എല്ലാം ഇങ്ങനെ കുത്തി ഇപ്പോൾ പോകാൻ നിൽക്കണോ? തിക്കിത്തിരക്കേണ്ട ആവശ്യമുണ്ടോ? സമാധാനത്തിലേക്ക് പോവുക. പിന്നാലെ വന്നും കയറി പോയിക്കോട്ടെ. ഓവർടേക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ആൾക്കാർക്ക് ഒരു മസൽ പിടുത്തം, എന്നാൽ പെട്ടെന്ന് പോകും. അപ്പം ഈ മര്യാദകൾ നമ്മൾ ഈ ഖുർആനിക ആയത്തുകളിൽ നിന്നും വായിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യയിൽ നിന്നും നിരത്തിൽ പാലിക്കേണ്ടുന്ന അദബുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുകയാണ്. ഇത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ്, വിനീതദാസന്മാരായി ഭൂമിയിലൂടെ നടക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ളവരാണ് അള്ളാഹുവിൻ്റെ അടിമകളെന്ന് അള്ളാഹു നമ്മളോട് ഉണർത്തുന്നത്, നമ്മൾ ആ പദവിയിലേക്ക് ഉയരാൻ വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനികളായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അർ-റഹ്മാനും അർ-റഹീമുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതചര്യ യഥാർത്ഥ നിലയിൽ മനസ്സിലാക്കി മുത്തഖികളോടൊപ്പം നിലകൊള്ളണമെന്ന്, ഇഖ്ലാസോടുകൂടി തന്നെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, ഫലസ്തീൻ വളരെ അപകടകരമായ നിലയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2-3 ദിവസം മുമ്പ് ഇസ്രയേലിൻ്റെ ഒരു MP പറഞ്ഞൊരു വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. 100 പേരൊക്കെ ഫലസ്തീനിൽ മരിച്ചാലും ലോകം അതൊന്നും മൈൻഡ് ചെയ്യില്ല. വലിയ ആത്മവിശ്വാസത്തിലാണ് അവർ. 70-ലും 80-ലും കുറയാത്ത ആളുകൾ ഇപ്പം ഡെയിലി ആ നാട്ടിൽ രക്തസാക്ഷികളാകുന്നുണ്ട്. ലോകം ചർച്ച ചെയ്യുന്നില്ല, ലോകം അനങ്ങുന്നില്ല. എവിടേക്കോ ആരൊക്കെയോ ഇങ്ങനെ ഞങ്ങളൊക്കെ ഉപരോധം പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞ് ലോക മനസ്സാക്ഷിയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം പറഞ്ഞു പോകുന്നതാണ് ഒരു മാറ്റേക്ക്. അപ്പോഴേക്കും ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ലോകമേധാവിയെ അറബ് രാഷ്ട്രങ്ങൾ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പടച്ചു തമ്പരാനോട് പ്രാർത്ഥിക്കാനല്ലാതെ വേറൊന്നും കഴിയാത്തൊരവസ്ഥയിലാണ്. നമ്മുടെ സഹോദരങ്ങളെ മറക്കരുത്.
2 മാസം കൂടി 2 കവർ റൊട്ടി കിട്ടിയപ്പോൾ ഒരു കുഞ്ഞിൻ്റെ സന്തോഷം നമ്മൾ കണ്ടു. ഒരു സ്വർഗം കിട്ടിയതുപോലെയായി. ആ കുട്ടി പറയുന്നുണ്ട്, 2 മാസമായി ഞാൻ ഈ സാധനം കണ്ടിട്ട്, 2 പാക്കറ്റ് റൊട്ടി എനിക്ക് കിട്ടിയപ്പോൾ. നമ്മളിങ്ങനെ സുഭിക്ഷമായി ആഹരിക്കുമ്പോൾ, സമാധാനത്തോടെ നമ്മളുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ, ഫലസ്തീനിലെ നമ്മളുടെ സഹോദരങ്ങളെ മറക്കരുത്. നമ്മളുടെ നിരന്തരമായി ദൈനംദിന പ്രാർത്ഥനകളിൽ അവരുണ്ടാകണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി നമുക്കാകുന്നില്ലെങ്കിൽ പിന്നെ ഈ ഉമ്മത്തിലെ ഭാഗമാണ് നമ്മളെന്നതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് മനസ്സിലാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മുടെ പള്ളിയിൽ ഉളഹിയത്തിന് മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ ഇക്കൊല്ലവും ഉളഹിയത്തിന് വേണ്ടി കമ്മിറ്റി അതിന് തയ്യാറെടുത്തിട്ടുണ്ട്. ആടാണ് ഉളഹിയത്ത് കൊടുക്കുന്ന ഒരാടിന് 11,000 രൂപ എന്ന നിലക്കാണ് അതിൻ്റെ തുക നിശ്ചയിച്ചിട്ടുള്ളത്. അത് കഴിയുന്നിടത്തോളം ആളുകൾ അത് നൽകാനായി ശ്രമിക്കുക. കാരണം ഉളഹിയത്തിൽ പങ്കാളികളാവുക എന്നുള്ളത് പ്രത്യേക പുണ്യമുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം പ്രോത്സാഹിപ്പിച്ചതുമാണ്. ഓരോരുത്തരും കഴിയ പോലെ അതിൽ ഭാഗവാക്കാവി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടവരുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രായം ചെന്ന ഒരു മഹദി ഇന്നലെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും അതേപോലെ നമ്മുടെയൊക്കെ അറിവിൽ, പരിചയത്തിൽ, കുടുംബങ്ങളിൽ, അയൽപക്കങ്ങളിൽ, കൂട്ടുകുടുംബാദികളിൽ എല്ലാവർക്കും അല്ലാഹു അവരുടെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം നാം അറിയുന്ന, നമ്മെ അറിഞ്ഞിരുന്ന, നാം സ്നേഹിച്ചിരുന്ന, നമ്മെ സ്നേഹിച്ചിരുന്ന എല്ലാവർക്കും അല്ലാഹു അവരുടെ ബർസഖി ജീവിതം സുഖകരമാക്കി കൊടുക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപങ്ങളും കാരുണ്യവാനായ നാഥൻ പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും പ്രായം ചെന്നവർക്കൊക്കെ അള്ളാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യവാനായ നാഥ, ധാരാളം പാപം ചെയ്തവരാണ് ഞങ്ങൾ. അള്ളാഹുവിന് ഞങ്ങളുടെ പാപങ്ങൾക്കൊക്കെ പൊറുക്കൽ തന്ന് അനുഗ്രഹിക്കണമേ. അള്ളാഹു പ്രസവനെ നിനക്കിഷ്ടപ്പെടുന്ന കർമ്മങ്ങളുമായി ഈ ലോകത്ത് ജീവിക്കുവാൻ, ജീവിതാന്ത്യം വരെ നിനക്ക് പ്രിയപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുവാൻ അള്ളാഹുവിനെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ നാഥ, നീ അവരെ സഹായിക്കണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقم الصلاة.